ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 9 പിക്ചർ നോക്കി. ഇനി നോക്കാനുള്ളത് പേജ് നമ്പർ 11 കാണുന്ന ഒരു സ്ലൈറ്റ്ലി ടിൽറ്റഡ് റെക്റ്റാങ്കിളാണ്. ഇത് നമുക്ക് രണ്ട് സൈഡ്സും തന്നെ പാരലാണ്. 5th പഠിക്കാനില്ല. നമുക്ക് ഈ പിക്ചറിൽ വരയ്ക്കാൻ നോക്കാം. മെഷർമെൻറ്റ്സ് 3 and 5 ആണ്. നമുക്ക് ആദ്യം ഒരു 5 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം. ഓക്കെ, ഇനി നോക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രണ്ട് സൈഡ്സും സ്ട്രെയിറ്റ് അല്ല, മറിച്ച് സ്ലാൻഡഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം. സെറ്റ് സ്ക്വയറിലെ വലിയ സെറ്റ് സ്ക്വയർ എടുക്കുക, വലുത്. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇവിടെയും നമുക്ക് ബാധകമാണ്. അതായത് വരയ്ക്കാനുള്ള ആ ഭാഗത്ത് സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ കൊണ്ട് ടച്ച് ചെയ്ത് വെക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ ബേസും ലൈനിൻ്റെ മുകളിൽ കറക്റ്റ് വയ്ക്കുക. ഇനി സൈഡിലേക്ക് 3 ആണ് വേണ്ടത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് മെഷർമെൻറ്റ്സ് ഇവിടെ 9, 6, 5, 4 ഇങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾക്ക് 3 എടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഏകദേശം. എന്നിട്ട് 3 ഉണ്ടോ എന്ന് ചെയ്യുക, ഒന്ന് അളന്ന് നോക്കുക. ഇത് കുറച്ച് അധികം ഉണ്ട്. നമുക്കിത് ബാക്കി ഭാഗം നമുക്ക് അറേഞ്ച് ചെയ്ത് കളയാം. സോ നമുക്ക് ഇവിടെ മതി 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ സൈഡിലും ഒരു സ്ലൈറ്റ്ലി ചെരിഞ്ഞൊരു വര നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താ, സെറ്റ് സ്ക്വയറിൻ്റെ ഈ കോർണർ ഇവിടെ എന്ത് ചെയ്യണം, ടച്ച് ചെയ്യണം. നോക്കാം നമുക്ക്. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ എന്തല്ല, ഓക്കെ അല്ല. കാരണം എന്താ, സെറ്റ് സ്ക്വയർ വെക്കാൻ ഒരു ലൈൻ അവിടെ കാണുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ 5 ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഭാഗം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാ കുറച്ചൊന്ന് ലൈറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ലൈറ്റായിട്ട് മായ്ച്ച് കളയാനുള്ള നമുക്കത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി ഇവിടെ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ ടച്ച് ചെയ്ത് വയ്ക്കാം. നേരത്തെ നമ്മൾ വരച്ച ലൈറ്റായിട്ടുള്ള വരണ മുകളിൽ പെൻസിൽ സെറ്റ് സ്ക്വയർ വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 സെൻറ്റിമീറ്റർ വരച്ചെടുക്കാം. ഇനി അത് അളവ് കറക്റ്റ് ഇല്ലെന്ന് നോക്കാം. ജസ്റ്റ് അളന്ന് നോക്കുന്നുണ്ട്. ത്രീനോടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്ത് ജോയിൻ ചെയ്യാം. നമ്മുടെ പിക്ചർ റെഡിയാണ്. ഇവിടെ പേജ് നമ്പർ 11 കാണുന്ന സ്ലൈറ്റ്ലി ടിൽറ്റഡ് റെക്റ്റാങ്കിളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വരച്ചെടുക്കാൻ എളുപ്പമാണ്. സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ മാറ്റി പിടിച്ച് വരയ്ക്കുന്ന ഒരു പിക്ചറാണിത്. പേജ് നമ്പർ 11 പിക്ചർ. ഇവിടെ 5 എഴുതി കൊടുക്കാം. മെഷർമെൻറ്റ്സ് എക്സാമിന് എന്തിനാണ് ഇതിൻ്റെ വരും. ഇവിടെ 3 സെൻറ്റിമീറ്റർ. സോ പിക്ചർ ഈസ് റെഡി.